നമസ്കാരം സുഹൃത്തുക്കളെ. വർഷത്തിൽ 4 നവരാത്രികൾ ഉണ്ടെന്ന് നിങ്ങൾക്കറിയാമോ? എന്നാൽ നമ്മളിൽ ഭൂരിഭാഗം ആളുകൾക്ക് അറിയാവുന്നത് ചൈത്ര നവരാത്രിയും ശാരദ നവരാത്രിയും മാത്രമാണ്. എന്നാൽ അതിലും വളരെ രഹസ്യവും ആത്മീയ പ്രാധാന്യമുള്ള മറ്റൊരു നവരാത്രിയുണ്ട്. അതാണ് ആഷാഢ ഗുപ്ത നവരാത്രി. എന്തുകൊണ്ടാണ് ഇതിനെ ഗുപ്ത നവരാത്രി എന്ന് വിളിക്കുന്നത്? ഈ 9 ദിവസങ്ങളിൽ ദേവിയെ ആരാധിച്ചാൽ എന്താണ് ലഭിക്കുന്നതെന്ന് വിശ്വസിക്കപ്പെടുന്നു. ആരൊക്കെയാണ് ഈ വ്രതം അനുഷ്ഠിക്കുന്നത്? ഇന്നത്തെ വീഡിയോയിൽ ഇതെല്ലാം നമുക്ക് മനസ്സിലാക്കാം. ആദ്യം 2026 നവരാത്രി തീയതികൾ നോക്കാം. 2026 ജൂലൈ 15 ആരംഭിച്ച് 22 നവമി പൂജയോടെ സമാപിക്കുന്നു. ജൂലൈ 23 വ്രതപാരണം നടത്തുന്നു. 9 ദിവസങ്ങളിൽ ആരാധിക്കുന്ന നവദുർഗാദേവിമാർ ആരെല്ലാമെന്ന് നോക്കാം. 1-ാം ദിവസം ശൈലപുത്രി, 2-ാം ദിവസം ബ്രഹ്മചാരിണി, 3-ാം ദിവസം ചന്ദ്രഘണ്ഡ, 4-ാം ദിവസം കുഷ്മാണ്ഡ, 5-ാം ദിവസം സ്കന്ദമാത, 6-ാം ദിവസം കാത്യായനി, 7-ാം ദിവസം കാലരാത്രി, 8-ാം ദിവസം മഹാഗൗരി, 9-ാം ദിവസം സിദ്ധിദാത്രി. ഗുപ്ത നവരാത്രിയുടെ ഉത്ഭവത്തെക്കുറിച്ച് ദേവീ ഭാഗവതത്തിൽ ഒരു പ്രധാന കഥയുണ്ട്. ഒരിക്കൽ കോസല രാജ്യത്തിലെ രാജകുമാരനായ സുദർശനൻ്റെയും അമ്മയുടെയും ജീവൻ രക്ഷിക്കാൻ അവർക്ക് രാജ്യത്തു നിന്ന് കാടുകളിലേക്ക് പലായനം ചെയ്യേണ്ടി വന്നു. കാട്ടിൽ വെച്ച് മഹർഷിയായ ഭരദ്വാജൻ സുദർശനന് നവാക്ഷരി മന്ത്രം ഉപദേശിക്കുകയും ആ മന്ത്രം ജപിച്ചാൽ സകലവിധ ദുരിതങ്ങളും മാറി ദേവിയുടെ അനുഗ്രഹം ലഭിക്കുമെന്ന് പറയുകയും ചെയ്തു. ഈ മന്ത്രം ഉപയോഗിച്ച് സുദർശനനും അമ്മയും കാട്ടിൽ വെച്ച് 9 ദിവസം ദേവിയെ അതികഠിനമായി ഭജിച്ചു. അവരുടെ ഭക്തിയിൽ പ്രസാദിച്ച ദേവി പ്രത്യക്ഷപ്പെടുകയും ശത്രുക്കളെ തോൽപ്പിച്ച് രാജ്യത്തിൻ്റെ അധികാരം തിരിച്ചുപിടിക്കാനുള്ള അക്ഷയമായ ആയുധങ്ങളും ശക്തിയും അവർക്ക് അനുഗ്രഹമായി നൽകുകയും ചെയ്തു. അന്നു മുതൽ രഹസ്യമായി ദേവിയെ ഭജിക്കുന്ന ഈ 9 ദിവസങ്ങൾ ഗുപ്ത നവരാത്രി എന്ന പേരിൽ അറിയപ്പെടാൻ തുടങ്ങി. ഈ നവരാത്രിയുടെ ഏറ്റവും വലിയ പ്രത്യേകത പൂജകളും മന്ത്രജപങ്ങളും രഹസ്യമായി സൂക്ഷിക്കണം എന്നതാണ്. മറ്റുള്ളവരെ അറിയിക്കാതെ ഏകാന്തമായി വേണം ദേവി ഉപാസന നടത്തുവാൻ. പല പാരമ്പര്യങ്ങളിലും ഈ നവരാത്രി പ്രധാനമായും വരാഹി ദേവിക്ക് സമർപ്പിക്കപ്പെട്ടതാണ്. അദൃശ്യമായ തടസ്സങ്ങൾ നീങ്ങാനും ശത്രുദോഷങ്ങൾ അകറ്റാനും വരാഹി ആരാധന ഉത്തമമായി കരുതപ്പെടുന്നു. അവരവരുടെ വിശ്വാസമനുസരിച്ച് ഈ നവരാത്രി ആചരിക്കാവുന്നതാണ്. വളരെ ലളിതമായ രീതിയിലാണെങ്കിൽ ഒരിക്കലൂണ് ഈ 9 ദിവസവും അനുഷ്ഠിക്കാം. ഈ 9 ദിവസവും ദേവീ ചിത്രം വീട്ടിലുണ്ടെങ്കിൽ പൂക്കൾ സമർപ്പിച്ച് സർവമംഗളമാംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്ര്യംബകേ ഗൗരി ലക്ഷ്മി നാരായണി നമോസ്തുതേ എന്ന മന്ത്രം ഭക്തിപൂർവം ജപിക്കാവുന്നതുമാണ്. 10-ാം ദിവസം ദേവീ പ്രതിഷ്ഠയുള്ള ക്ഷേത്ര ദർശനം നടത്താം. കഴിവിനനുസരിച്ചുള്ള പൂജ നടത്തി ഈ നവരാത്രി പൂർണ്ണതയിലെത്തിക്കാം.